തമിഴ്നാട് വലിയൊരു പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ പ്രക്ഷോഭത്തെ വേണ്ട രീതിയിൽ കേരളത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും കേരളത്തിൽ വലിയ വാർത്തയാണ്. പീഡനങ്ങൾ, പശുക്കടത്തിൽ മേലുണ്ടാകുന്ന ആക്രമണങ്ങളെ ബീഫിൻ്റെ പേരിലുള്ള തല്ലിക്കൊല്ലൽ ഒക്കെയായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വർണ്ണിക്കാറുണ്ട്, പോർട്രേ ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ, ബംഗാളിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഇവിടെ എത്തിക്കാറില്ല. മറിച്ച് BJP ഭരിക്കുന്ന വല്ല സംസ്ഥാനവുമായിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി എത്തിക്കുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ ഒരു സംഭവം, അതായത് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായ ഈ സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ പറയേണ്ട ഒരു പേര് കൂടെ അവിടെ ഉണ്ടാകും. അതാണ് തമിഴ്നാട്ടിലെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ എന്ന് പറയുന്ന പേര്. ഈ അണ്ണാമലയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് ആ പെൺകുട്ടിക്ക് നീതി വേണം എന്ന രീതിയിൽ പ്രതികരിച്ചത്. അണ്ണാമലൈ വിദേശത്തായിരുന്നു, തിരിച്ചു വന്ന ശേഷം വലിയ പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം ഈ പെൺകുട്ടി ഇങ്ങനെ ബലാത്സംഗത്തിനിരയായത് എനിക്ക് പോലും തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യഥയിൽ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ടടിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. DMK താഴെ ഇറക്കിയ ശേഷമേ ഇനി ചെരിപ്പിടുകയുള്ളൂ എന്ന ശബ്ദമൊക്കെ കണ്ടതാണ്. കേരളത്തിന് ഇത് പുതുമയായിരിക്കും, പക്ഷേ ജയലളിത അടക്കമുള്ളവർ ഇതുപോലുള്ള പല ശബ്ദങ്ങളിലൂടെയാണ് തമിഴ്നാട്ടിൽ വളർന്നു വന്നത് എന്നുള്ളത് വേറൊരു കാര്യം. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ അണ്ണാമലൈ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വലിയ സ്ത്രീകളുടെ ഒരു റാലി തന്നെയാണ് അണ്ണാമലൈ അവിടെ നടത്താൻ പോകുന്നത്. ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഏഴകളുടെ തോഴൻ അണ്ണൻ, അതായത് പെൺകുട്ടികളുടെ തങ്കച്ചിമാരുടെയൊക്കെ അണ്ണൻ, രക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ദളപതിയായിട്ടുള്ള വിജയ് പോലും അണ്ണാമലൈ ഈ വിഷയത്തെ തൊട്ടതിന് ശേഷമാണ് ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തങ്കച്ചികൾക്ക് ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് വിജയ് തങ്കച്ചിമാർക്ക് ഒന്നാകെ അവിടെ കത്തെഴുതിയിരിക്കുന്നത്. കേരളത്തിലുള്ള പല ആൾക്കാർ കോരി തരിച്ചെങ്കിലും തമിഴ്നാട് സർക്കാർ എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത് ഈ കത്ത്. പോരാത്തതിന് തമിഴ്നാട് സർക്കാർ പറഞ്ഞത് അത്ര വലിയ പീഡനമൊന്നും ഇവിടെ നടക്കില്ല എന്നാണ്, നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി വിജയ് വായും പൊത്തി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം വിജയ് ഗവർണറെ സമീപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ വിജയെ ശരി ജോസഫ് വിജയ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോൾ അത് വലിയ പ്രശ്നമാക്കി അവിടെ ഇവർ മാറ്റുകയാണ്. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തതല്ല പ്രശ്നം, പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ചോരയൊലിച്ച് കിടക്കുന്നതല്ല വിജയുടെ യഥാർത്ഥ പ്രശ്നം. മറിച്ച് വിജയെ ജോസഫ് വിജയ് എന്ന് വിളിച്ചതാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. അതായത് വിജയുടെ മറ്റൊരു വിഭാഗം പറയുന്നത്, വിജയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വിഭാഗം പറയുന്നത് ജോസഫ് വിജയ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ലേ, അത് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമ്മുടെ വാർത്തയിലെ ക്രക്സ് എന്ന് പറയുന്നത് അണ്ണാമലൈ അവിടെ നടത്താൻ പോകുന്ന ഈ റാലിയാണ്. മധുര മുതൽ ചെന്നൈ വരെയാണ് അണ്ണാമലൈ ഇപ്പോൾ റാലി നടത്താൻ പോകുന്നത്. സ്ത്രീകളെ അണിനിരത്തിയുള്ള വമ്പൻ പടുകൂറ്റൻ റാലിയാണ് അണ്ണാമലൈ അവിടെ നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മഹിളാ മോർച്ച അധ്യക്ഷയായിട്ടുള്ള ഉമരതി രാജൻ ഈ റാലിക്ക് പേരിട്ടിരിക്കുന്നത് നീതി റാലി എന്നാണ്. ഈ റാലി മധുരയിലെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും തുടങ്ങി ചെന്നൈയിലായിരിക്കും അവസാനിക്കുക. ഈ റാലിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ട്. പോരാത്തതിന് ജനുവരി 3-നാണ് ഇത് തുടങ്ങുന്നത്. 450 കിലോമീറ്റർ കാൽനടയായാണ് ഈ റാലി ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനായി തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇതിനെയും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെയും അപലപിച്ചുകൊണ്ട് BJP സംസ്ഥാന മഹിളാ മോർച്ച അധ്യക്ഷ ഉമരതി രാജന്റെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പോരാത്തതിന് ഈ റാലിയുടെ അവസാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഗവർണർക്ക് വനിതകൾ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളതാണ് അണ്ണാമലൈ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രമുഖ സാങ്കേതിക സർവകലാശാലയായിട്ടുള്ള അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഈ പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായ ശേഷം ഈ വിഷയം അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, പുറത്ത് വരാതെ കിടക്കുകയായിരുന്നു. അണ്ണാമലയാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് ആ പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ പീഡിപ്പിച്ച ആൾക്കല്ല, ഈ പെൺകുട്ടിയാണ് അവിടെ മാനസിക വ്യഥ അനുഭവിക്കേണ്ടി വന്നത്. കാരണം ഈ പെൺകുട്ടിയെ ആണ് മോശക്കാരിയായി ചിത്രീകരിച്ച് FIR പുറത്തുവിട്ടിരിക്കുന്നത്. ആ FIR ആണെങ്കിൽ ലീക്കായി പുറത്തുമായി. അതോടുകൂടി തമിഴ്നാട്ടിലെ പല ആൾക്കാരും ഈ പെൺകുട്ടി ഒരു മോശക്കാരിയായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഈ പെൺകുട്ടിയും കാമുകനും കൂടെ ഇരിക്കുമ്പോൾ ആണ് ഈ പീഡനം, ബലാത്സംഗം നടന്നത്. പെൺകുട്ടി കാമുകനുമായി അസാൻമാർഗികമായിട്ടുള്ള സാഹചര്യത്തിൽ കാണാനിടയായപ്പോഴാണ് ബലാത്സംഗികൾ അവിടെ വന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ അണ്ണാമലൈ തന്നെ പറയുന്നത് ഞാൻ 500 FIR-കളിലധികം എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഒരു പോലീസുകാരന് ഇത്തരത്തിലൊരു FIR എഴുതാൻ സാധിക്കുക എന്നാണ് അണ്ണാമലൈ ചോദിച്ചത്. പോരാത്തതിന്
അണ്ണാമലൈ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നിർഭയ ഫണ്ട്, അതായത് നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി ഡൽഹിയിലുണ്ടായ ആ നിർഭയയുടെ പേരിൽ ഒരു ഫണ്ടുണ്ട്. ഇതുപോലുള്ള ബലാത്സംഗം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷ നൽകാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ്. ആ ഫണ്ട് എന്ത് ചെയ്തു എന്നൊക്കെ അണ്ണാമലൈ ചോദിച്ചു. അതുപോരാത്തതിന് നിയമമന്ത്രി അപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, തമിഴ്നാട്ടിൽ 3 മാസം വലിയ സ്വസ്ഥതയുണ്ടായിരുന്നു, ഇയാൾ തിരിച്ചു വന്ന ശേഷം തമിഴ്നാടിൻ്റെ സ്വസ്ഥത പോയി എന്ന്. അത് ശരിയാണ് സാർ, ഞാൻ തിരിച്ചു വന്നു, നിങ്ങളുടെ സ്വസ്ഥത പോയി, ഇനിയും ഞാനത് കളയും എന്നാണ് ഇപ്പോൾ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള റാലി തമിഴ്നാട്ടിൽ ജനുവരി 3 മുതൽ നടക്കാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.